ഇന്ത്യയിൽ ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ താരങ്ങൾക്കൊപ്പമോ ഒരുപക്ഷെ അതിനുമേലെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഗോസിപ്പ് കോളങ്ങളിൽ ഏറ്റവും മുന്നിൽ തന്നെ അവരെക്കുറിച്ചുള്ള വാർത്തകൾക്ക് സ്ഥാനവുമുണ്ട്. പക്ഷേ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് പുരുഷ താരങ്ങളുടെ അത്ര താരമൂല്യം കൽപ്പിക്കപ്പെട്ടിരുന്നിട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷത്തെ ലോകകപ്പ് വിജയത്തോടെ അവരും താരമൂല്യത്തിൽ വളരെ മുന്നിലെത്തുകയുണ്ടായി. ലോകകപ്പ് വിജയത്തിന് പിന്നാലെയാണ് ആ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സ്മൃതി മന്ദാന തന്റെ വിവാഹത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞത്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതും ആ താരവിവാഹ കഥയാണ്. എല്ലാവർക്കും ന്യൂസ് 10 മീഡിയയിലേക്ക് സ്വാഗതം. ഒരു വിവാഹ മണ്ഡപം നീല ജേഴ്സിയിൽ നിന്ന് വെള്ള ലെഹങ്കയിലേക്ക് മാറേണ്ടിയിരുന്ന ഒരു ദിവസം. എന്നാൽ അതിനിടെ സംഭവിച്ച ഒരു അപ്രതീക്ഷിത ഹൃദയാഘാതം, അവസാനത്തെ നിമിഷം എല്ലാം നിർത്തിവെച്ച ഒരു നിമിഷം. അതാണ് സ്മൃതി മന്ദാനയുടെ 2025 നവംബർ 23. സ്മൃതിയുടെ ജന്മനാടായ സാംഗ്ലിയിൽ അന്ന് രാവിലെ 7 മണിയോടെ അന്നത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമായിരുന്നു. മെഹന്തിയുടെയും ഹൽദിയുടെയും മഞ്ഞ പച്ച നിറങ്ങൾ അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ജമീമയും ഷഫാലിയും റീച്ചയും അരുന്ധതിയും രാധയും ഹർലീനും ഒക്കെ സ്മൃതിക്ക് ചുറ്റും ചിരിയും ഡാൻസുമായി നിന്നു. വരന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. വരന്റെ വേഷത്തിൽ പലാശ് മുച്ചലിന്റെ കണ്ണുകളിൽ ആകാംക്ഷയും സന്തോഷവും. വധുവിന്റെ വേഷത്തിൽ സ്മൃതി വെള്ള ഗോൾഡൻ ലെഹങ്കയിൽ ഒരു രാജകുമാരിയെ പോലെ തന്നെ. കയ്യിൽ SM80 ടാറ്റു ഇപ്പോഴും തിളങ്ങുന്നുണ്ട്. 8 മണിയോടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു കൈ നെഞ്ചിലേക്ക് പോകുന്നു. ശ്രീനിവാസ് മന്ദാന, സ്മൃതിയുടെ അച്ഛൻ, അവളുടെ ആദ്യത്തെ കോച്ച്, അവളുടെ ഹീറോ. അദ്ദേഹം ഇടതുവശം പിടിച്ച് മേശയിലേക്ക് ചാഞ്ഞു വീണു. അതോടെ ആ ആഹ്ലാദം നിറഞ്ഞ വേദി നിശബ്ദമാവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ശ്രീനിവാസയും കൊണ്ട് ഒരു ആംബുലൻസിൽ ലെഹങ്കയോടെ തന്നെ സ്മൃതി ആശുപത്രിയിലേക്ക് കുതിച്ചു. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസം, തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ബോധരഹിതനായി മുന്നിൽ കിടക്കുകയാണ്. സ്മൃതി ഒരു നിമിഷം കണ്ണടച്ചു. അവളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഉണർന്നു കാണും. 9ാമത്തെ വയസ്സിൽ അച്ഛൻ കൈപിടിച്ച് നെറ്റ്സിലേക്ക് കൊണ്ടുപോയ നിമിഷം. 2024 WPL ഫൈനൽ കപ്പ് ഉയർത്തുമ്പോൾ സ്റ്റാൻഡിൽ കണ്ണീരോടെ നിന്ന അച്ഛൻ. ശ്രീനിവാസ് മന്ദാനയില്ലെങ്കിൽ സ്മൃതി മന്ദാന എന്ന ക്രിക്കറ്റർ ഉണ്ടാവുകയില്ലായിരുന്നു. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം മാറി. അതിഥികളെ എല്ലാം മടക്കി അയച്ചു. എന്നാൽ സംഭവങ്ങൾ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. അധികം കഴിയും മുൻപോ പ്രതിശ്രുത വരൻ പലാശ് ആശുപത്രിയിലായി. സ്മൃതി അന്ന് രാത്രി മുഴുവൻ അച്ഛന്റെ ICU ഗ്ലാസിന് പുറത്തിരുന്നു. അവളുടെ ഫോണിൽ നിന്ന് പ്രപ്പോസൽ വീഡിയോയും പ്രീ വെഡിങ് ഫോട്ടോകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്തു. എന്താണ് ആർക്കും ഒന്നും മനസ്സിലായില്ല. അവസാനം രാത്രി 11 മണിക്ക് പാലക് മുച്ചൽ ഇൻസ്റ്റയിൽ എഴുതി, സ്മൃതിയുടെ അച്ഛന്റെ ആരോഗ്യമാണ് പ്രധാനം. വിവാഹം മാറ്റിവെച്ചിരിക്കുന്നു. ദയവായി ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കൂ. എന്നാൽ സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യത എന്നത് ഒരു നഷ്ടസ്വപ്നം മാത്രമാണ്. സംഭവം പുറത്തിറങ്ങിയ നിമിഷം മുതൽ തന്നെ ഇത് സംബന്ധിച്ച റൂമറുകൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങിയിരുന്നു. ആദ്യത്തെ റൂമർ വരൻ പലാശ് മുച്ചലിന്റെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചായിരുന്നു. പലാശ് ഒരു മോഡലായ മേരി ഡി കോസ്റ്റ എന്ന യുവതിയുമായി നടത്തിയെന്ന് പറയപ്പെടുന്ന ചാറ്റുകൾ അതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയിരുന്നു. ഡേറ്റിനെ ക്ഷണിക്കുന്നതുൾപ്പെടെയുള്ള ആ ചാറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആ ആശുപത്രി സംഭവങ്ങൾ ഉണ്ടായതെന്ന് ചിലർ പറയുന്നുണ്ട്. അതിനിടെ ഹൽദി ആഘോഷങ്ങളുടെ ചിത്രം ജമീമ റോഡ്രിഗസും തന്റെ ഇൻസ്റ്റയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. എന്നാൽ പലാശുമൊത്തുമുള്ള പഴയ ചിത്രങ്ങൾ സ്മൃതി ഇപ്പോഴും ഇൻസ്റ്റയിൽ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും ആത്യന്തികമായി സ്മൃതി ഒരു ക്രിക്കറ്ററാണ്. അവളുടെ കയ്യിൽ ആ ബാറ്റ് ആദ്യം പിടിച്ചു കൊടുത്ത അച്ഛനാണ് ആശുപത്രിയിൽ കിടക്കുന്നത്. ആദ്യ സെഞ്ചുറി അടിച്ചപ്പോൾ കൈയടിച്ച അച്ഛൻ, ലോകകപ്പ് ഫൈനലിൽ റൺ ഔട്ട് ആയപ്പോൾ ആശ്വസിപ്പിച്ച അച്ഛൻ, WPL കപ്പ് ഉയർത്തിയപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് കരഞ്ഞ അച്ഛൻ. അതുകൊണ്ട് തന്നെ നവംബർ 23 മുടങ്ങിയ വിവാഹത്തെക്കാൾ സ്മൃതിയുടെ ജീവിതത്തിൽ പ്രധാനം ആ മനുഷ്യന്റെ ജീവൻ തന്നെയാണ്. നടന്ന സംഭവങ്ങൾ അവളെ തളർത്തുകയില്ല എന്ന് തന്നെ കരുതാം. ഗോസിപ്പ് കോളങ്ങളിൽ കൂടുതൽ നിറം പിടിച്ച കഥകൾ ഇനിയും വരാതിരിക്കാം. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് തന്റെ കരിയറിൽ വീണ്ടും ഉയരത്തിലാകട്ടെ എന്നും ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ആ ഇടം കയ്യർ സ്ട്രോക്കുകൾ ഇനിയും മൈതാനങ്ങളിൽ നിറയട്ടെ എന്നും ആശംസിക്കാം. വ്യക്തി ജീവിതത്തിലെ തിരിച്ചടികളെ ഇന്ത്യയുടെ നീല ജേഴ്സിയിലെ പ്രകടനങ്ങളിലൂടെ മറികടക്കുന്ന നാളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ.